മുഖ്യമന്ത്രി കൂടി രംഗത്ത് വന്നതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. സോണിയാഗാന്ധിയെ പോറ്റി കണ്ടത് ചൂണ്ടിക്കാട്ടി പിണറായി വിജയൻ തന്നെ UDF-നെ ആക്രമിക്കുമ്പോൾ CPM നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് കൊള്ള നടന്നു എന്നാണ് കോൺഗ്രസും ആരോപിക്കുന്നത്. SIT തന്നെ വിളിച്ചെന്ന പ്രചാരണത്തിന് പിന്നിൽ P ശശിയാണെന്ന് അടൂർ പ്രകാശ് കുറ്റപ്പെടുത്തി. മറുവശത്ത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രിയും കടകംപള്ളിയും. സോണിയാഗാന്ധിയുടെ കൂടെ നിന്നത് ഒന്ന്, ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ്. കേട്ടല്ലേ? തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF-ന് ശബരിമല സ്വർണ്ണക്കൊള്ള പിടിവള്ളിയായപ്പോൾ CPM-ന് വീണു കിട്ടിയ പിടിവള്ളിയാണ് സോണിയയും പോറ്റിയും അടൂർ പ്രകാശും ഒപ്പമുള്ള ചിത്രം. അതുതന്നെ ആയുധമാക്കുകയാണ് CPM. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ സോണിയാഗാന്ധിയെ പല പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. ആരാണ് ഈ അപ്പോയിന്റ്മെന്റ് സംഘടിപ്പിച്ചു കൊടുത്തത് അത് പറയുന്നില്ല. അടൂർ പ്രകാശിനെ SIT വിളിപ്പിച്ചെന്ന വാർത്ത കൂടി പുറത്തു വന്നതോടെ ഇടത് സൈബർ പ്രത്യാക്രമണം ശക്തമായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ നിർമ്മിതിയാണെന്നാണ് അടൂർ പ്രകാശിന്റെ ആരോപണം. എനിക്ക് യാതൊരു അറിവുമില്ല, എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. UDF-ന് കിട്ടിയ വജ്രായുധം കടകംപള്ളിയുടെ രഹസ്യ ചോദ്യം ചെയ്യലാണ്. എന്നാൽ ഈ നീക്കത്തെ നിശിതമായി വിമർശിക്കുകയാണ് കടകംപള്ളി. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യലിന് ഹാജരായതെന്നും ഒളിച്ചല്ലെന്നും കടകംപള്ളി ഫേസ്ബുക്കിൽ എഴുതി. തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവ് നൽകാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞില്ലെന്നും കടകംപള്ളി പറഞ്ഞു. കടകംപള്ളിയുടെ ചോദ്യം ചെയ്യലിനെ നിസ്സാരവൽക്കരിക്കുകയാണ് മുഖ്യമന്ത്രി. ഞങ്ങൾ ഇന്നയാളെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നത് സാധാരണഗതിയിൽ ആരോടും അവർ നേരത്തെ പറയാറില്ല. സർക്കാരിനോട് ഒരു ഘട്ടത്തിലും അവർ അത്തരം അനുമതികൾ ചോദിക്കുന്നില്ല. കാരണം അവർ സ്വതന്ത്രമായി ചെയ്യേണ്ട കാര്യമാണ്, അത് അവർ സ്വതന്ത്രമായി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അവർ ചെയ്ത കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ല എന്നതിൽ പരിഭവപ്പെടുന്നത് എന്തിനാണ്? CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് സ്വർണ്ണക്കൊള്ള നടന്നതെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഒരാൾക്കെതിരെ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന്റെ പേരിൽ ജയിലിലായ ഒരാൾക്കെതിരെ പോലും ഇവർ നടപടിയെടുക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? അവരെ പ്രൊട്ടക്ട് ചെയ്യാണ്, സംരക്ഷിക്കുകയാണ് പാർട്ടി. CPM പക്ഷപാതികളായ 2 പേരെ ഇപ്പൊ SIT-യിൽ വെച്ചിരിക്കുന്നു. അത് SIT-യിൽ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വലിയൊരു കൊള്ളയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ഈ സ്വർണം വളരെ ആസൂത്രിതമായ നിലയിലാണ് വിദേശത്തേക്ക് കടത്തിയിട്ടുള്ളത്. ഒരു സംശയം വേണ്ട. ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ലല്ലോ, തൊണ്ടി മുതൽ കണ്ടെത്തണ്ടേ? തൊണ്ടി മുതൽ എവിടെ? ചെറിയൊരംശം പോലും സ്വർണ്ണക്കൊള്ളയുടെ കാര്യം പുറത്തു വന്നിട്ടില്ല. ഇനിയും വരാനിരിക്കുന്നു ഒരുപാട്. പക്ഷെ അതിന് അന്വേഷണമില്ല എന്നുള്ളതാണ് ഏറ്റവും കുറ്റകരമായ അനാസ്ഥ. ഈ പോയതെത്രയാണ് പൈസ എന്ന് വല്ല അളവുണ്ടോ? അത് കിട്ടിയോ? എവിടെ കിട്ടി? കൊണ്ടുപോയവർ ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചോ? 2 ആളെയല്ലേ കണ്ടത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.